ഈ സീനൊക്കെ നമുക്ക് സിനിമയിലെ സീനൊക്കെ കാണിച്ചത് കേട്ടോ. ഇത് സിനിമയിലാണോ അതോ കേട്ടിട്ട് തിരിച്ച് താഴേക്കേനെ കൊണ്ടുപോകും. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഇവിടെ ആയി പോട്ടോടെ. എല്ലാ മാഷന്മാരാ. ആ കുറച്ച് മലയാളികളെ, അതും മലപ്പുറംകാരെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കാശ്മീരിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടോ, നമ്മൾ ദാൽ ലേക്കിൽ ഷിക്കാര റൈഡിനൊക്കെ പോയി. അങ്ങനെ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞത്? അടിപൊളിയായിരുന്നു. ഇവന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. ആ കേക്ക് ബാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ കേക്ക് എന്നിട്ട് മുണിങ്ങിയ പാമ്പിന്റെ പോലെ ലാസ്റ്റ്. അത് കേക്ക് തിന്നുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു. അത് വീഡിയോയിലുണ്ട്. അത് ഈ വീഡിയോയിൽ കണ്ടാൽ മതി. കേക്ക് തിന്നുന്നതിന് മുമ്പും പാമ്പായത്, തിന്ന് കഴിഞ്ഞിട്ട് പാമ്പായിരുന്നു. എന്നാൽ കേക്ക് അവിടെ വലിച്ചു കയറ്റി മൊത്തമായിട്ടാണ് കിടന്നുറങ്ങിയത്. എന്നാലും കുറച്ച് കേക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാശ്മീരിൽ മെയിനായിട്ട് കാണുന്നത് സോൻമാർഗ്, ഗുൽമാർഗ്, അതുപോലെ പെൽഗാം എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളാണ്. എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഈ 3 സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റവിയും അവരെല്ലാം കൂട്ടിയിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്. നമ്മുടെ കൂടെ ഒരു മലയാളി കൂടെ ഉണ്ട്. മലയാളി ആരാന്നറിയോ? ആരാ? മുമ്പ് കണ്ട അത് തന്നെ. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ സൈക്കിൾ കണ്ട ഒരു മലപ്പുറംകാരനുണ്ട്. സൈക്കിളിൽ കേരള ടു കാശ്മീർ വന്ന് അവൻ താമസിക്കുന്ന റൂമിൽ നിന്നാണ് വണ്ടി എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നീനോവയിലോ തവേരയിലായിരിക്കും പോയി. ഇവിടുന്ന് സോൻമാർഗിലേക്ക് ഏകദേശം 70-77 കിലോമീറ്റർ ഉണ്ട്. 2 സൈഡും കൂടെ നമുക്ക് ഒരാൾക്ക് 600 രൂപയാണ് വരുന്നത്. അത്രയും വില വെച്ചിട്ട് അത്രയേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നീ ഇടപെടണ്ട. നീ ഇടപെട്ടിട്ട് വേണമെങ്കിൽ 600 രൂപ 300 രൂപ ആക്കിക്കോ. ഇയാളാരെ കുറച്ച് തന്നെ നമ്മുടെ റൂമിലെ ആളായിരുന്നെങ്കിൽ ഞാൻ അയാളോടൊന്ന് സംസാരിച്ചെങ്കിൽ നീ വണ്ടി വരുമ്പോ നീ സംസാരിച്ചു പോക്ക്. കൂടിയ പ്രശ്നമുണ്ടോ? അത് വേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇവിടുന്ന് നമ്മൾ കാശ്മീരിൽ നിന്ന് സോൻമാർഗിലേക്ക് പോകുന്നതും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മെയിനായിട്ട് വാലിയാണ്, മഞ്ഞുള്ള മലകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ കാശ്മീർ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ നമ്മൾ ഇവിടുന്ന് വിടത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവരൊപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളിത് ദാൽ ലേക്കിലെ ഒരു ചെറിയ ട്രെയിലറൊക്കെ ഉണ്ടാക്കി. ഇന്നലെ മെയിൻ വീഡിയോ ഇവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കിടന്നപ്പോൾ ഇതിന് രാത്രിയായി. 3:30-4 മണിക്ക് കിടന്നത്. കണ്ണൊക്കെ ചെറുതായിട്ട് ചുമന്നിരിപ്പുണ്ടാവും. രാവിലെ ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളേ. അവനെ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചുള്ളൂ അല്ലേ? നീ ഒറ്റ ഷോട്ടിലേ ഉള്ളൂ. ആരുമില്ല എല്ലാരും ഓരോ ഷോട്ടിലേ ഉള്ളൂ. മെയിനായിട്ട് സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളൂ ഇതിൽ ആരാ കൂടുതലാണ്. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ റോഡിന്റെ നടുക്ക് ഒരു തണുപ്പും ഇല്ല അല്ലേ? ആ ടീഷർട്ടിന്റെ അകത്ത് എത്ര ടീഷർട്ട് ഉണ്ട്? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടോ കൂടുതലൊന്നും പറയാത്ത. അപ്പൊ ഞങ്ങളത് ഇവിടെ വെയിലത്ത് നടുക്ക് റോഡിന് നടുക്ക് ഡിവൈഡറിൽ വന്നിരിക്കുക. നമ്മുടെ വണ്ടി ഇപ്പൊ വരും. ഇതാണോ വണ്ടി? അല്ലേ? ഇന്നോവ വരുമോ? ഓക്കെ. അപ്പൊ ഇതിന്റെ പേര് ഞാൻ മറന്നുകൂടാ. ആഷിം. ഇവനാണ് നമ്മുടെ മലപ്പുറത്തു നിന്ന് സൈക്കിളിൽ വന്ന. നിന്റെ സൈക്കിൾ എന്ത് ചെയ്യും? അത് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഹലോ പ്രിയ. അപ്പൊ നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ കാശ്മീർ എത്തി? ശ്രീനഗർ അതൊക്കെ സസ്പെൻസ് എന്റെ വീഡിയോയിൽ. ഇവന് മുന്നേ വന്നവര് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ബാക്കിൽ വന്നല്ല, നമ്മൾ ഇവരെ ജമ്മുവിന് പുറത്ത് വെച്ചിട്ട് കണ്ടടാ. ഇവൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലടാ, ഞാൻ ജമ്മു ഞാൻ ശരിക്കും ഇന്ന എത്തണ്ടേ. ഇവിടെ ഒരു ദിവസം മുന്നേ എത്തി. നീ മറ്റവരെ കണ്ടോ? വേറെ കുറച്ചൊരു 4 സൈക്കിളുമേ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു. നിനക്ക് മുന്നേ അവര് എന്റെ മുന്നേ ഇറങ്ങിയത്. പക്ഷെ അവര് മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ടായിരുന്നു. ഞങ്ങളവരെ ഉദംപൂർ വെച്ച് കണ്ടായിരുന്നു. അപ്പൊ ഇവനും നമ്മുടെ ഇന്ന് സോൻമാർഗിലേക്ക് ഉണ്ടാവും. നിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? മൈ പാലറ്റ് ആൻഡ് വ്ളോഗ്സ്. നമ്മൾ ഒരു വട്ടം നമ്മൾ വരുന്ന വഴിക്ക്, നമ്മൾ ശ്രീനഗറിലേക്ക് വരുന്ന വഴിക്ക് ഇവനെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ വെച്ചിട്ട് കേരള ടു കാശ്മീർ സൈക്കിളിൽ വന്ന കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നോവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്നോവ വരാൻ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ സ്കോർപ്പിയോ തന്നെ മതി എന്ന് പറഞ്ഞത്. സ്കോർപ്പിയോയിലാണ് പോകുന്നത്. നമ്മൾ അവിടെ 5 പേരേ ഉള്ളൂ. പ്രശ്നമല്ല. ബാക്കിലിരിക്കാൻ പറ്റത്തില്ല. ബാക്കിൽ അപ്പോൾ അവർ 3 ആള് ബാക്കിലിരുന്നു. ഞാൻ ഫ്രണ്ടിലിരിക്കും കേട്ടോ. വിഷ്വലായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലിരിക്കും. പിന്നെ അതേ രവി ബാക്കിൽ പോയി. ബാക്കിലിരുന്ന ആളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡ് ഇങ്ങനെ വളഞ്ഞും കുളഞ്ഞുള്ള റോഡായിരിക്കും. അപ്പോൾ എന്തായാലും
എന്നെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇതിരുന്നതിന് പണ്ടൊന്നും പണി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും റവിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. റവി പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേളാണ്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ ചേഞ്ച് ചെയ്ത് ഇരിക്കാമെന്ന് പറഞ്ഞു. ഇവര് നടപ്പില്ല കേട്ടോ, നടപ്പില്ല. ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ ടീഷർട്ട് 4-5 ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാൻ പോണ സമയം 8:30 സമയം. അതെ, എല്ലാരും വണ്ടിക്കകത്തുണ്ട്. രവി ഓണല്ലേ? അറിയോക്കെ ബേബി. നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്ത് ശരിക്കും കാനിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കാനിയാർ എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. രാവിലെ ആയതുകൊണ്ടെല്ലാം കടകളും കാര്യങ്ങളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. എന്തിനെ പറ്റിയാണ് അവൻ പറഞ്ഞത്? സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ സംഭവം? നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കാഴ്ചകൾ കാണും. ആള് പറഞ്ഞത് ഇവിടെ മൊത്തം മിലിറ്ററിയുടെ അണ്ടർ കൺട്രോൾഡ് ആയിരുന്നു സംഭവം മൊത്തം. ഇവിടെ വരുന്ന ആൾക്കാർ എന്തിനു വരുന്നാണോ ഒന്നും അറിയണ്ടായിരുന്നില്ല. അതായത് ടെററിസ്റ്റ് ആണോ ആർമി ആണോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അറിയില്ലായിരുന്നു ആരാണ് വരുന്നത് കാര്യങ്ങള്. നൗഹട്ട എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, നമ്മുടെ ശ്രീനഗറിന് തൊട്ടടുത്ത് തന്നെയുള്ള അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. മിലിറ്ററിക്കാർ ഇതിക്കൂടെ ടൂറിസ്റ്റിനെ അലൗഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരും തന്നെ ടൂറിസ്റ്റിനെ ഈ വഴിയോട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് എത്ര നാൾ മുന്നേ ആയിരുന്നു? कितना साल पहले था? बस 2-3 साल पहले तक एक काम चलता रहा. നമ്മളങ്ങനെ അതേ ഇതിന്റെ മുകളിലൊക്കെ മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അതുപോലെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈവേ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മൊത്തം മലേൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന സോൻമാർഗ് വഴി തന്നെയാണ് ലേ ലഡാക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന റൂട്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിവിടെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ നിർത്തി കേട്ടോ. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, ഇത് ഇവിടെ ഒരു നദി കാണാം, അതിൻ്റെ അപ്പുറം എന്തേ മലയും കാര്യങ്ങളും, അതിൻ്റെ മുകളിലൊക്കെ സ്നോ കാണാം. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ? ആലപ്പുറോട്ടേക്ക് 70 രൂപ ഒന്നിന്. അതെന്ത് ഇവിടെ താലി സിസ്റ്റമാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ചപ്പാത്തി റൊട്ടിയല്ല, പിന്നുള്ള മറ്റേ റൊട്ടിയല്ലേ ഇവരുടെ കാശ്മീരി റൊട്ടി, അതാ ഉള്ളത്. അതിന് പിന്നെ സെപ്പറേറ്റ് കറി വാങ്ങേണ്ടി വരുമായിരിക്കും. ഇവിടെ ഒരു താളി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തരുന്നത്, അത്യാവശ്യം വലിയ ഹോട്ടലാണ്. അല്ല, താലി സിസ്റ്റം പറഞ്ഞാല് ആലു പൊറോട്ട ഒന്ന് തന്നെ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയാ വരട്ടെ, സാധനം വരട്ടെ, എന്നിട്ട് നോക്കിയിട്ട് നോക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ആലു പൊറോട്ട കേട്ടോ പറഞ്ഞത്. ആലു പൊറോട്ട വന്നിട്ടുണ്ട്. ഇതിനാണ് 70 രൂപ കേട്ടോ. ചായ പറഞ്ഞു. അപ്പൊ ആലും അതുപോലെ കടലക്കറിയും കുറച്ച് സബ്ജി കുറച്ച് ചട്നി എന്ന് പറയാം. ഇത് ബില്ല് വന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഉണ്ട്, പുള്ളിക്കാരന് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, ഇപ്പം സൈക്കിളിൽ നിന്ന് വന്നതാന്നൊക്കെ പറഞ്ഞ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പൈസ കുറച്ച് തരാൻ. നമ്മളെക്കാളും വലിയ ബാർഗെയിന്. സോൻമാർഗിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ ഒരു 50 രൂപേൻ്റെ ഒരു ടോൾ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പാലം കാണാം. ആ പാലം ക്രോസ് ചെയ്യുമ്പോഴാണ് സോൻമാർഗിലേക്ക്. ഇവിടെ ഇപ്പോൾ കട്ട സ്നോയാണ് 2 സൈഡും.
അപ്പോൾ നമ്മളിതാ ഇവിടെ സോൻമാർഗിൽ എത്തിയിട്ടോ. ഏകദേശം 10-70 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുൾ സ്നോ ആണ് രണ്ട് സൈഡും. അതുപോലെ നമ്മൾ വന്നിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ജാക്കറ്റ്, ഷൂ കാര്യങ്ങളൊക്കെ റെൻറ്റിൽ തരാനുള്ള ആൾക്കാർ, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്കിന് എന്തേ ഷൂ ഒന്നുമില്ല. എന്താ ഒരു പറയുന്നത്? നിനക്ക് ജാക്കറ്റ് ഒന്നും വേണ്ടല്ലോ. ഇവിടെ ഇവരുടെ ചാക്കിനകത്ത് ഫുള്ള് ഷൂ ഉണ്ട് കേട്ടോ. ഇവന്റെ സൈസിന് പറ്റിയ ഷൂ ഉണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെയും വമ്പം ബിസിനസ്സാണ്. സ്നോ ഇത് ജാക്കറ്റിൻ്റെ ഷൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കട്ട സ്നോ ആണ്. ഏകദേശം മുട്ടിൻ്റെ അത്രയും സ്നോ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കുറച്ച് ട്രക്കിങ് അല്ല, മെയിനായിട്ട് ഇവിടെ ആ സ്നോയിലൂടെ പോകുന്ന ബൈക്ക്, അതുപോലെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ 1500-4000 രൂപയൊക്കെ നമുക്ക് എന്തായാലും പറ്റത്തില്ല. അത് എത്ര ജാക്കറ്റ്, ഹൗ മെനി ജാക്കറ്റ് യു ഹാവ്? 2 ജാക്കറ്റ്. അതിൻ്റെ നിനക്ക് ഇപ്പം നടക്കുന്നില്ലേ? നല്ല തണുപ്പുണ്ടല്ലേ? നാളെ തൊട്ട് ജാക്കറ്റ് എടുത്തോളൂ എവിടെ പോയാലും. ഇപ്പൊ വേറെ മോഡലായില്ലേ, അങ്ങനെ ആവശ്യമില്ലാത്ത കാശുള്ള കാര്യമില്ല. നാളെ തൊട്ട് എവിടെ പോയാലും ജാക്കറ്റ് എടുത്തോണം. ഇവിടെ നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട്. ജാക്കറ്റ് ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഷൂ വേറെ റെന്റിന് എടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ റെന്റിന് കിട്ടും. ഒന്നും നടക്കത്തില്ല. ഒരു സാധനം ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നല്ല തണുപ്പാണ്. ഒട്ടിക്കത്തെ തണുപ്പാണ് പറഞ്ഞാൽ ഒട്ടിക്കത്തെ തണുപ്പാണ്. നമ്മള് കൊറേയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളാണ്. കൊറേയൊക്കെ പിടിച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ സോൻമാർഗിൽ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഓപ്പൺ ആണ് എല്ലാം. പക്ഷേ അതിനനുസരിച്ച് പ്രൈസ് കൂടും കേട്ടോ. ഇവിടെ ഈ സ്നോ ഉള്ള ഏരിയ ആയതുകൊണ്ട് ഇത് പക്ക നമ്മുടെ ഒരു ഉത്തരാഖണ്ഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓലിയിലൊക്കെ പോയി കാണുന്ന പോലെ തന്നെ പക്ക ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് കൂടുതലായിട്ടൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. പിന്നെ ആ പൈസ കൊടുത്തിട്ട് മറ്റേ സംഭവത്തിൽ പോവുകയാണെങ്കിൽ അവരൊരു 2-3 സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോകും. വലിച്ചുകൊണ്ടൊക്കെ പോയിട്ട് ടോപ്പിൽ പോവാം. പക്ഷെ ഒരുപാടൊന്നും ഇവിടെ കാണാനുണ്ടാവില്ല. അപ്പോൾ ഇതാട്ടോ സാധനം. നമ്മളെ ഇതിലിരുത്തിയിട്ട് വലിച്ചുകൊണ്ട് പോകും. ഇത് നമ്മൾ ഓലിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് 1500 രൂപയാണ് ഒരാൾക്ക്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടെ എവിടേക്കോ കുറേ സ്പോട്ടുകളുണ്ടാവും. ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഏകദേശം 2 ഫീറ്റിന് മുകളിൽ സ്നോ ഉണ്ട്. സ്നോയ്ക്ക് അകത്തൂടെ നടക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നത്. ഹെവി സ്നോ ആണ്. അതുപോലെ അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോകുന്ന വഴി മാത്രം ക്ലിയർ ആണ്. നമുക്ക് വേണമെങ്കിൽ ട്രക്ക് ചെയ്ത് അങ്ങനെ കയറി ചുമ്മാ അവിടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോവാം എന്നാണ് പറയുന്നത്. ഇവിടെ എന്തായാലും സൂര്യനില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അത്രയ്ക്ക് തണുപ്പുണ്ടാവും. എന്തായാലും നമ്മൾ നോക്കട്ടെ എന്താ പ്ലാൻ നോക്കി നോക്കട്ടെ. ഇങ്ങോട്ടാണ് നീ ഇവിടെ എല്ലാവരോട് വന്ന് താമസിക്കാൻ പറയണത്. ഇവിടെ എന്താ താമസിക്കുന്ന? ഇവിടെ ഹോട്ടലുണ്ടല്ലോ, ഹോട്ടലുണ്ട്. ഇതൊക്കെ ഒരു തണുപ്പാണോ? പുറത്തേക്ക് ഇറങ്ങൂല എന്തായാലും. ഇതൊക്കെ ഒരു തണുപ്പാണോ? രാത്രിയിലെ ഇവിടെ എന്തായാലും മൈനസ് ആയിരിക്കും. ഇവരിതേ നമ്മളെ വിടുന്നില്ല കേട്ടോ. ഇവിടുന്ന് തടിയിൽ വലിച്ചുകൊണ്ട് പോകുന്ന സംഭവമുണ്ട്. അതിന് 1500 രൂപയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞ് 800 വരെ എത്തി. ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് രവിക്കൊക്കെ. പക്ഷേ 800 രൂപ കൂടുതലാണ്. നമുക്ക് വണ്ടിക്ക് ഓൾറെഡി 600 രൂപ ഉണ്ട്. ഒന്ന് ചിലവുണ്ട്. ഒരാൾക്ക് 600 രൂപ വണ്ടിക്ക് ചിലവ് വരുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് കൂടെ നമുക്ക് താങ്ങൂല. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം. ഈ ഇങ്ങോട്ട് കയറി ഉടനെ എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവർ സാധനങ്ങളെല്ലാം എടുത്തു. നമുക്ക് എന്തായാലും ഇവർ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തായാലും ഇവർ നടക്കുന്നുണ്ടാവും ഓൾറെഡി. അവർ പിന്നാലെ വരിക കേട്ടോ. മാക്കേ വരുന്നുണ്ടോ? സംഭവം അവർ പറയുന്നത് നമ്മളെ കൊണ്ട് സ്നോയിലൂടെ നടക്കാൻ പറ്റത്തില്ല. അതായത് പറഞ്ഞ ഭയങ്കര തള്ളാണ്. കാരണം ഇത് വഴി ഓൾറെഡി ഇങ്ങനെ ക്ലിയർ ആണ്. നമുക്ക് എന്തായാലും നടക്കാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. പിന്നെ ചില സ്ഥലത്ത് നല്ല കയറ്റമുള്ള സ്ഥലത്ത് ചിലപ്പോൾ തന്നാൻ സാധ്യതയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. വീഡിയോ കാണിച്ചു കൊടുക്കണോ? പക്ഷെ അവർ ബാക്കിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അവർ നമ്മൾ അവിടുന്ന് കയറുന്ന വെച്ചിട്ട് ഇങ്ങനെ വരിക. പക്ഷെ നമ്മൾ കയറത്തില്ല. നമ്മൾ പറ്റിച്ചിട്ട് കടന്നു കളയും. അതുപോലെ ഇവിടെ ബൈക്കുണ്ട് കേട്ടോ. സ്റ്റോളിലൂടെ പോകുന്നത്. അതിന് 4000 രൂപയാണ്.
നമ്മൾ 500 നമ്മൾ കുറച്ചുകൂടെ നടന്ന് മേലേക്ക് കയറി. അവർ പിന്നാലെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം 500 രൂപ പറഞ്ഞിട്ട് ഇപ്പോൾ ദേ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് മാക്കിനെ അതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും കയറുന്നില്ല. മാക്കിനെ അയാൾ സ്വന്തം പയ്യനെ പോലെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറ്റി. അതുപോലെ റവിൻ്റെ ഫ്രണ്ടും ഉണ്ട്. അവർ 500 രൂപയ്ക്ക് കയറി കേട്ടോ. സംഭവം അവര് ഫ്രീ ആന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇരുത്തും, എന്നിട്ട് ഒന്ന് നിരക്കിയിട്ട് പിന്നെ ഇറക്കി വിടും, എന്നിട്ട് നമ്മളെ സുഖം പിടിപ്പിക്കാനുള്ള പരിപാടിയാ. അപ്പൊ ദേ ഇവര് പോകുന്നുണ്ട്. ടാറ്റ ബൈ ബൈ. ഇതെന്താ സംഭവം? ആര് പറഞ്ഞു ഫ്രീ ആന്ന്? ആൾക്കാരെ വളക്കാൻ ആയിക്കോട്ടെ. അല്ല അവനെ അവിടെ കേറ്റിട്ടോ, അവനെ ഫ്രീ എന്ന് പറഞ്ഞ് കേറ്റി. എനിക്ക് വേണ്ട, ഞാൻ നടന്നോളാം. നൈ ഭയ്യ നൈ 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 മേം പൈദൽ ഓക്കെ ഭയ്യ നൈ ഭയ്യ നൈ ഭയ്യ നൈ. അപ്പൊ എല്ലാരും ബാക്കിൽ വരുന്നുണ്ട്. മാക്കിന് ഫ്രീ ആന്നൊക്കെ പറഞ്ഞാൽ കയറ്റി. ഇനി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ക്യാഷ് ചോദിക്കുമെന്ന് അറിയില്ല. ഒക്കെ മാക്ക് ഡീൽ ചെയ്തോളൂ. എന്താ നടക്കാന്ന് നമുക്ക് നോക്കാം. ഇത് തള്ളിക്കൊണ്ട് പോകുന്ന വഴി ഇതാട്ടോ. ഇത് കുറച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. മറ്റേ മോട്ടോർ ബൈക്കിനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമുണ്ട്. അതിലെ കയറൽ നടക്കുമല്ലോ, നല്ല കയറ്റമാണ്. ഇപ്പോൾ ഞാൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അവന് ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, ഫ്രീ ആയിട്ട് കയറിക്കോ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. തിരിച്ചിറങ്ങുമ്പോൾ ഒക്കെ രസമായിരിക്കും. തിരിച്ചിറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇവന് ഈ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിന്നാലെ നടക്കുക. എന്താണ് പറഞ്ഞേ? എന്താ ഇവിടെ വരെ ഉള്ളോ? ഇവിടെ നിർത്തിയല്ലോ. Is it good, Ravi? Tired. By sitting. ട്രക്കിംഗ് ആണ് രസം. നമുക്ക് നടക്കുന്നതിന് രസം. നടന്ന് നമ്മൾ സെറ്റ് ആവട്ടെ. ഇവനോട് വ്ലോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ ഫ്രീ സോങ് കഴിഞ്ഞോ? ഇവനെ ഇറങ്ങി നടന്നു. ഇനി മേലേക്ക് പോയാൽ ചിലപ്പോൾ പൈസ വയ്ക്കും. പക്ഷെ മൊത്തത്തിൽ ഇവിടെ കാശ്മീരുള്ളവരൊക്കെ നൈസാന്ന് കേട്ടോ എല്ലാവരും പറയുന്നത്. സ്നേഹമുള്ളവരാണ്, പറ്റിക്കത്തില്ല എന്നൊക്കെയാണ്. പക്ഷേ പറ്റിക്കലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ. പക്ഷേ സ്നേഹമുണ്ട്, അത് ഉള്ള കാര്യമാണ്. നമ്മുടെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ രവി തെന്നി വീണ് കേട്ടോ. അങ്ങനെ സോൻമാർഗിലെ ഒരു മല നമ്മളിതേ കീഴടക്കി. ഇതൊരു ബേസാട്ടോ ഇതിന്റെ മുകളില്. നിന്റെ ഏറെ അല്ലല്ലോ ശരി. നിനക്ക് മാങ്ങ എറിയാനൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് കുറച്ച് സീനാണ്. ഭയങ്കര കാറ്റാണ്. നമ്മൾ കിതർക്കുന്നതിനൊക്കെ തോന്നുക. എവിടെ നിനക്ക് മതിയായോ? അവര് പറഞ്ഞത് ശരിയാ, നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് താഴേന്ന് പറഞ്ഞതിന്. കാരണം ഹെവി കാറ്റ്, നല്ല തണുത്ത കാറ്റ് കേട്ടോ. മുഖമൊക്കെ മരവിച്ചോ? അത് കാറ്റാണ് സീന്. നമ്മളിപ്പോൾ ഒരു മലയൊക്കെ അവിടെ ക്രോസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ് കേട്ടോ. ഈ സൈഡിൽ നിന്നാണ് കാറ്റടിക്കുന്നത്. അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. ഏത് കടയത്? നിനക്ക് മതിയായില്ലേ? വാ, നമ്മളിന്ന് ഈ വഴീൻ്റെ അറ്റം വരെ പോകും. അതിന് ടോപ്പിൽ മാറി ഈ വണ്ടിയിൽ ഇങ്ങനെ വരും. നമ്മൾ മാറിയില്ലെങ്കിൽ അതാണ്ട് ഇടിക്കും. അത് പിന്നെ ഏത് വഴി കൂടെ വേണമെങ്കിലും പോകാം. ഏത് മഞ്ഞിൻ്റെ ടോപ്പിൽ കൂടെ വേണമെങ്കിലും അത് സുഖമായിട്ട് പോകും. അങ്ങനെ വീഴിലടാ. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ സ്കീയിങ്ങിൻ്റെ സാധനം? അത് താഴില്ല. ഇതാണ് ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച കേട്ടോ. ഓ
ഫുള്ളും മലകളും താഴെ നിന്ന് ഇതുപോലെ വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മൾ ഇവിടെ വരെ എവിടെയെങ്കിലും പറ്റുന്നത്ര ട്രക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. എന്താ നടക്കാന്നറിയില്ല. ഈ താഴേക്ക് വഴിയുണ്ട്, അതുപോലെ അങ്ങ് വരെയൊക്കെ വഴിയുണ്ട്. അവിടെ എന്തോ ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. മലയാളീസോ എവിടെ? ഇവിടെ ആണ് ലോക ഉടായ്പ് പരിപാടി നടക്കുന്നത് കേട്ടോ. നമ്മളെ താഴേക്ക് ഇറക്കി വിടത്തില്ല. എന്താ നീ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? നമുക്ക് പോകുന്നോണ്ട് നമ്മള് താഴത്തേക്ക് നിങ്ങൾ വരുമോ? ഞങ്ങള് വരുമോന്നല്ല, ഇവര് വിടത്തില്ലാന്ന് ഞാൻ പറഞ്ഞത്. എടാ അത് എത്താൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വരുന്നില്ല. എന്തിനാ പോടം വരെ പോയിട്ട്? ലോക ഉടായ്പോട്ടെ. ഇവിടെ സംഭവം എന്താ വെച്ചാലേ, ഇവരാ വണ്ടിക്ക് മാത്രം, ഇവരാ ഒന്നെങ്കിൽ ആ തെള്ളുന്ന വണ്ടിയിൽ അല്ലെങ്കിൽ ബൈക്കിന് മാത്രമേ നമ്മൾ വിടത്തുള്ളൂ. ഇതിപ്പോൾ അവർ ഞങ്ങളെ ഫുള്ള് വലിച്ച് ബാക്കോട്ട് കൊണ്ടുപോകും. നമ്മൾ മുന്നോട്ട് വിടുന്നില്ല. കട്ട ഉടായ്പ ഫുള്ള് പറ്റിയില്ല. 500 രൂപയ്ക്ക് നമ്മളോട് ഇവരോട് റെവിനോടൊക്കെ പറഞ്ഞാൽ അത് ഇവിടം വരെ ഉള്ളൂ. ഒരൊറ്റ മല കയറുന്നേ ഉള്ളൂ. അവിടെ വരെ കയറ്റിയിട്ട് തിരിച്ച് താഴേക്കാനെ കൊണ്ടുപോകും. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഉടായ്പാട്ടോ ഇവിടെ. ഉടായ്പിൻ്റെ കട്ട. അതാണ് മെയിനായിട്ട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവിടെ ഉടായ്പ തന്നെയാണ്. അതിപ്പോൾ കറക്റ്റ് ബോധ്യമായി. താഴെ നമ്മുടെ പിന്നാലെ നടന്നതാ. അത് ബായിയാണ്, മറ്റേതാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോൾ ഫുൾ ആൾക്കാർ നമുക്കെതിരെ നമ്മളെ ഫ്രണ്ടിക്ക് വിടത്തില്ല. അതേ മാക്കിനെ പോലും വിട്ടില്ല. മാക്ക് വരെ തിരിച്ചു വരുന്നുണ്ട്. ഇവിടൊക്കെ വേറെ ടീം അടിയായി. മലപ്പുറം നിലമ്പൂര്. വരാ നിങ്ങള്. ഹലോ, നിങ്ങൾ എവിടെ? ഇന്നലെ ഗാർഡനിലുണ്ടായിരുന്ന നിങ്ങളാണോ? സാറുമാരാണോ? ആണോ? എല്ലാ മാഷന്മാരാ? എല്ലാരും മലപ്പുറം. അതെ, നമുക്ക് ഇവിടുന്ന് മലപ്പുറത്തെ കുറച്ച് മാഷന്മാരെ കിട്ടിട്ടോ. ഇവരാണ് കഴിഞ്ഞ ദിവസം ഗാർഡനിലുണ്ടായിരുന്നു. നമുക്കന്ന് കാണാൻ പറ്റിയില്ല. അപ്പൊ കണ്ടതിൽ സന്തോഷം. നമ്മള് കേരളീയ. അല്ല, ഞാന് വണ്ടിയില ഡിയോല. ഞാൻ 4 മാസം ഉത്തരാഖണ്ഡായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഞാൻ നിലമ്പൂര്. എന്റെ കൂടെ ഒരാളോടുണ്ട്. എടാ മാക്ക് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ. കേരളത്തിലെ മൊത്തം മാഷുമാരുടെ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടെത്തട്ടെ. മാഷുമാരെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതൊക്കെ പഠിപ്പിക്കാൻ മാത്രമല്ലല്ലോ. എങ്ങനെയാലും ഇതുപോലത്തെ സ്ഥലങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അനുഭവിച്ചറിയണം എന്താണ് ഇന്ത്യ, ഇന്ത്യയിലുള്ള എന്താണെന്ന്. ഇവരൊക്കെ ഇവരെ ഈ ഒരു ബ്ലോഗ് നമുക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫീനെ ശരിക്കും കാണിച്ചൊക്കെ മാറ്റിയ സംഗതിയാണ്. സത്യമായിട്ട് എന്നാണ്. അതായത് ഭൂപ്രകൃതിയും അതിന്റെ ബാക്കി എല്ലാ സയൻസുകളും ഞങ്ങൾ ഫ്ലൈറ്റിൽ പോന്നിട്ടാണ്. അവരങ്ങോട്ട് വിടത്തില്ല. നിക്ക് എന്താ സംഭവം? അവരെന്താ വെച്ചാലേ, നിങ്ങള് മറ്റേ സാധനത്തിലാണോ വന്നേ? വലിച്ചോണ്ടാ വന്നേ? അവര് നടത്തി വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എക്സ്ട്രാ എത്ര രൂപയ്ക്കാ വന്നേ? 500. അവര് അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ പോകണം. അതാണ് അവര് വിടത്തില്ല. നോക്കിയോ മാക്ക് ഓടി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 1000 രൂപ എക്സ്ട്രാ കൊടുക്കണം എന്നൊക്കെ അവര് പറയുന്നത്. ഫൈൻ പോലെ കൊടുക്കണം എന്നൊക്കെ. ലോഗോ ഉടായി പറയുന്നത് ഇവിടെ. 500 രൂപയ്ക്ക് പോരാന്ന് പറഞ്ഞതാണ് ഇവര്. അത് അവിടെ വരെ അവരവിടെ കൊണ്ടുപോയി. അവിടെ വരെയല്ല, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അറ്റം വരെ. അത് ഉടായിപ്പാ. അത് പറ്റിച്ചു. ഇവിടെ വന്നിട്ട് ഇറക്കി വിട്ടു. ഫുൾ ഉടായിപ്പ്.
ഇവിടെ കട്ട സീന. ഞാൻ ഇറങ്ങുക തിരിച്ച്. മാക്ക് ഫ്രണ്ടിക്ക് പോയിട്ടുണ്ട്. മാക്ക് തന്നെ വന്നോളൂ. ഇനിയിപ്പോ മാക്കിനെ നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ കാറ്റ് കുറഞ്ഞു കേട്ടോ. ചില സമയത്താണ് കാറ്റടിക്കുക. ഓ സംഭവം ഭയങ്കര സീനാ. അവിടെ മലയാളികൾ തന്നെ ആയിരുന്നു മറ്റേ സാറുമാര്. അവരുമായിട്ടും പ്രശ്നമുണ്ടായി. അവര് 500 രൂപയ്ക്ക് മേലെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് താഴേന്ന് പോകുന്നത്. എന്നിട്ട് ദേ അവിടെ വരെ കൊണ്ടുവന്നിട്ട് നമ്മളെ അവിടെ വിട്ടു. എല്ലാവരും മേലേക്ക് പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. നടത്തിയും വിടത്തുമില്ല. അതാണ് ഇവിടുത്തെ ഉടായ്പ കിടക്കുന്നത്. അതുപോലെ ദേ ഇവിടെ സ്കീയിങ് ഉണ്ട് കേട്ടോ. സ്കീയിങ്ങിന് അവർ 200 രൂപ പറഞ്ഞത് 2 റൈഡ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കിയായിരിക്കും. പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് താഴേന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ സോൻമാർഗ് കേട്ടോ. കാശ്മീരിലെ സോൻമാർഗിൽ വന്നാൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുക. പൈസ കൊടുത്താൽ പോലും ഉടായ്പാണ്. ഉടായ്പിൻ്റെ അങ്ങേയറ്റമാണ്. അതെ അവനെ വിടുന്നില്ല. അവനെ താഴേന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ മാക്കിൻ്റെ കാര്യം എന്താണാവോ. മാക്ക് ഇതിലേക്കോ പോയിട്ടുണ്ട്. മറ്റേ റവിൻ്റെ ഫ്രണ്ട് താഴെ എത്തിയിട്ടുണ്ടാവും. അവരെ കാണാൻ പോലും ഇല്ല. എത്ര രൂപ ചോദിക്കുന്നറാ? എത്ര രൂപ ചോദിക്കുന്നത്? 500. ഇപ്പൊ പിന്നെയും കുറച്ച് 200 രൂപ മതി. എടാ നീ വേണമെങ്കിലേ ഒരു 100 രൂപ പറഞ്ഞിട്ട് നമ്മ കയറി താഴേക്ക് വിട്ടോ. ഒരു 100 രൂപ കൊടുത്തിട്ടേ ഇവിടുന്ന് താഴേക്ക് കൂടെ ആക്കാൻ പറ്റുമോ ചോദിച്ചോക്ക്. ഫുള്ള് ടൈപ്പാ. बिठा के ले जाओ, मैं लाया. अब ऊपर मैंने पूछा है, पहले बात सुनो. നീ എന്താ വെച്ചാ തീരുമാനിക്കേ. അവര് ദൈവ സത്യമൊക്കെ ഇട്ടിട്ടാണ് ഓരോന്ന് പറയുന്നത്. हमारा 300 दे दो, हम चला जाएगा. 300 हाँ. अब क्या करेगा यार? इसको बोलो दे दो. वो सर जी ഗൈസ് മാക്കിനെ ശരിക്കും കാണാനില്ല. നമ്മളിത് ഈ മലേൻ്റെ ടോപ്പിൽ കയറിയിട്ടാണ്. ആ മലേൻ്റെ ടോപ്പിൽ നിന്ന് അങ്ങോട്ടാണ് അവർ ഇറക്കാഞ്ഞത്. അവനെ അതിലെ ഇറങ്ങിപ്പോയായിരുന്നു. ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം താഴേക്ക് പോയി. അവനെ കാണാനില്ല. ഇപ്പോൾ തപ്പിപ്പോകേണ്ട അവസ്ഥയായി. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവനവിടെ ഉണ്ടാവും. അവൻ ഇതിലേ പോയെന്ന് അറിയത്തില്ല. അവനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇവിടെ. ഓ ഇവിടെ നിന്നുള്ള ഭംഗി നോക്കിയേ. ഫുള്ള് മഞ്ഞിൽ മൂടിയ മണൽ. ഓ ഇതൊന്നും കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഈ ഉടായ്പകളുടെ ഇടയ്ക്ക് കിടന്ന് കളിച്ചിട്ട് ഇവിടുത്തെ വ്യൂ ഒന്നും കാണാൻ ശ്രമിച്ചില്ല കേട്ടോ. അതുണ്ടല്ലേ പൊളി വ്യൂ. അവിടെ കണ്ടോ സ്കൈ ഒക്കെ ക്ലൗഡായി കയറി മൂടി വരുന്നുണ്ട്. നൈസാണേ. ഈ കാണുന്ന മല ഇങ്ങോട്ടാണ് നമ്മളെ ഇറക്കാഞ്ഞത്. ഇതിലെ ആ വണ്ടി, ആ സ്കൂട്ടർ, ആ സാധനം ബൈക്ക് മാത്രമേ പോകുന്ന വഴിയാണ്. ഇപ്പോൾ അതെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. പുള്ളിക്കാരനാണ് ഇങ്ങോട്ട് ആൾക്കാരെ വിടാത്തത്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അവനെ തപ്പി വരുവാണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ പൊക്കോളം പറഞ്ഞു. അവൻ അവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവനെ കണ്ടുപിടിക്കണം. അങ്ങനെ അതാ നമ്മൾ നടന്ന് ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റ് ഹോമുകളൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥലത്തെത്തി. മാക്കിനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ വരെയാണ് മെയിനായിട്ട് ആൾക്കാരൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. അതെ ഇവിടെയാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കറങ്ങി തിരിഞ്ഞ് നമ്മളത് വീണ്ടും വേറൊരു സ്ഥലത്ത് വന്നത്. ഇവിടെ ഒരുപാട് പേര് താഴെയുണ്ട്. ഇവിടെയും മാക്കില്ല. ഇവൻ എവിടെ പോയാവോ? ഇനി തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ വേറെ വഴി, ഇതിലെ വല്ലതും വഴി ഉണ്ടാവും. ഇതിന് ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലെ വല്ലതും തിരിച്ച് താഴേക്ക് ഇറങ്ങിയോന്നറിയില്ല. നമ്മൾ കയറിയ വഴിയല്ല കേട്ടോ തിരിച്ചിറങ്ങുന്നത്. ഞാൻ താഴെ റവിക്ക് വിളിച്ചു നോക്കി. മാക്ക് താഴെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് തപ്പി. ഇവന് ഇതിലേ പോയിന്നൊരു പിടിയില്ല. ഞാനിപ്പോൾ എന്തായാലും തിരിച്ച് താഴേക്ക് ഇറങ്ങാം. അവൻ വന്നോളൂ, അവന് പ്രശ്നമൊന്നുമില്ല. കുറച്ച് നേരം നോക്കാം. ഇനി വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും മല കയറേണ്ടി വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ വരും, പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറച്ച് അപ്പുറത്തായിട്ട് കേട്ടോ താഴെ റോഡിലെത്തിയത്. റോഡിലെത്തി 2 സൈഡും സ്നോ ആണ്. ഇവിടുന്ന് മേലേക്ക് കയറാനുള്ള എൻട്രി ഉണ്ട്. അതേപോലെ നമ്മൾ കയറിയത് ആ സൈഡിൽ കൂടെയാണ്. അവിടെയാണ് അവരെല്ലാം ഉള്ളത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് റൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടുത്തെ തിരക്ക് കണ്ടോ. റൂമൊക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും. ഇപ്പോൾ ഒന്നാമത് ഈ സ്നോ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ. പിന്നെ അകത്ത് ഫുള്ള് ട്രാവലറുകളൊക്കെ ആയിട്ട് ഒരു 10-20 ആളൊക്കെ വരുമ്പോൾ തന്നെ റൂമൊക്കെ ഫുള്ളാവും. അപ്പോൾ നമ്മൾ മാക്കിനെ തപ്പി മലേൻ്റെ ഫുള്ള് മൊത്തം നടന്നിട്ട് താഴെ എത്തിയപ്പോൾ ഇവിടെ ഒരുത്തന്നെ ഇവിടെ ഇരുന്ന് ചായയും കേക്കൊക്കെ തിന്നുമായിരുന്നു. പിന്നെ ഇവിടെ കുറേ മലയാളികൾ കിട്ടിയിട്ടുണ്ട്. ആരാ നീ തന്നെ പറ. ഇവരെങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടിയത് എനിക്കറിയില്ല. ഞാൻ പോയി വർത്താനം പറഞ്ഞു. നിങ്ങളൊക്കെ എവിടുന്നാ? ഞാൻ കോട്ടയത്തുനിന്നാണ്. വയനാട്. ബ്രോ എവിടുന്നാ? കണ്ണൂര്. ഞങ്ങൾ പിന്നെ നിങ്ങളൊക്കെ ഉണ്ട്? മഞ്ചേരി. ഓഹോ ഞാൻ നിലമ്പൂരാ.
അപ്പോ ഇവര് എത്ര പേര്? 50 പേരോ? 50 പേർ ഒരു ടീമായിട്ട് വന്നേക്കാണ്. അപ്പൊ കാശ്മീർ ഇപ്പൊ വന്നേ ഉള്ളതോ? എത്ര ദിവസം ഉണ്ടാവും ഇനി കാശ്മീർ? 2 ദിവസം കൂടെ അവരിവിടെ ഉണ്ടാവും. അവർ 50 പേരുടെ ടീം, വലിയ ടീമായിട്ട് വന്നേ. അവരെ പുള്ളിക്കാരി പേരെന്താ? ലക്ഷ്മി സുരേന്ദ്രൻ. ഏത് സീരിയലിലാണ്? സീരിയല് കഥയറിയാതെ നമ്മുടെ കോമഡി സർക്കസില് വിന്നറായിരുന്നു. പിന്നെ കാമുകി സിനിമയിലുണ്ടായിരുന്നു. ഒന്നും കൂടെ തിരിഞ്ഞു പിന്നെന്താ പോയി ആകെ പോയി. അല്ല, ഇതാണ് സത്യത്തില് റിയല്. മറ്റേത് മേക്കപ്പ് ആണ്. ക്യാമറ കണ്ട അഭിനയിക്കണല്ലോ. ക്യാമറ ഓണാണെങ്കിൽ അങ്ങനെ ക്യാമറ അങ്ങനെ ഉണ്ട്. നമ്മളിപ്പോ ആക്ഷൻ പറയണോ? ആക്ഷൻ പറയണ ഞാൻ സത്യം പറയട്ടെ, അപ്പൊ ഇതുവരെ നോണയാണ് പറഞ്ഞില്ല. പരിചയപ്പെട്ടു. അവരോട് അങ്ങനെ കൂടി. അപ്പം അങ്ങനെ ഭയങ്കര ആഗ്രഹം, ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിങ്ങനെ പെൺകുട്ടികൾക്ക് തന്നെ പോകാൻ കുറെ ലിമിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവരുടെ സലിമിക്കനെ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടി. ഇപ്പൊ എവിടെ പോയി? രാജസ്ഥാനിൽ പോയില്ല. ഫസ്റ്റ് കാശ്മീരാണോ? ഡൽഹി വന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകും. ഈ സീനൊക്കെ നമുക്ക് സിനിമയിലെ സീനൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇത് സിനിമയിലാണോ അതോ? സിനിമയിലാണ്. ഈ സീനൊക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവനും കൂടെ ഒരു വേഷം വാങ്ങിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും എന്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കും അത്ഭുതദ്വീപ് 2 ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലെ നായകനാകാം. നെറ്റില്ല കോമഡി സർക്കസിലേക്ക് കാണിക്കാൻ. ഓഹോ, അതിലാണ്. ഇപ്പോഴും ഉണ്ടോ? അതിപ്പോ തീർന്നു. ഇപ്പൊ വേറെ എവിടെയെങ്കിലും? ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ വീട്ടിലിരിപ്പാണ്. എനിക്ക് സമ്മതമാണ്. കഥയറിയാതെ സീരിയലിന് ശേഷം ഒരു കഥ അറിയാണ്ടതങ്ങ് പോയി. അപ്പൊ അതിനുശേഷം വീട്ടിലിരിക്കുകയാണ്. ഇതുവരെയായിട്ട് അനക്കം തട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി പറഞ്ഞു കൊടുത്തു. നമ്മള് വീട്ടിലിരുന്ന് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ. പിന്നെ നമ്മുടെ കേരളയിൽ നിന്ന് തന്നെയാണ് പേര്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പറഞ്ഞു കൊടുക്കും. ഏതായാലും ലക്ഷ്മി സുരേന്ദ്രൻ ഒഫീഷ്യൽ. ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, പാവപ്പെട്ടവളാണ്. അതൊന്നും കുഴപ്പമില്ല. ഈ പ്രമുഖയാവാൻ ജീവിക്കാൻ വേണ്ടിട്ട് പ്രമുഖ ആവേണ്ട വന്നതാണ്. അതെ, ലക്ഷ്മി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നമുക്ക് വലിയ പ്രമുഖയൊന്നും വേണ്ട, കഞ്ഞി ഒടിച്ചു പോയാൽ മതി. അത്ര മതി. വഴി ഉണ്ടായാൽ മതി. അപ്പൊ ഈ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കേട്ടോ, ലക്ഷ്മി സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊക്കെ കയറി നോക്കുക. എന്താ ഇത് കൊടുക്കേണ്ടി വരോ? എന്തേ നടിക്ക് സംഭവിച്ചു? എന്നാ പിന്നെ കാശ്മീരിൽ മലയാളി നടിക്ക് സംഭവിച്ചത്. എന്താ സെർച്ച് ചെയ്യണ്ടേ? ലക്ഷ്മി സുരേന്ദ്രൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. കോമഡി സർക്കസിന്റെ പ്രോഗ്രാംസ് കാണണമെങ്കിൽ ലക്ഷ്മി സുരേന്ദ്രൻ എന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. എല്ലാം കിട്ടും. കോമഡി സർക്കസിലെ സ്കിറ്റൊക്കെ കിട്ടും. ഫുള്ള് കോമഡിയാ. പാട്ട് പാടുവോ? വീഡിയോ എടുക്കുന്നുണ്ട്. പാട്ട് പാടുമെങ്കിൽ 2 പേര് പാടിയാല്. ഏത് പാട്ടും പാടുക. പാട്ടാവണം കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് നോക്കി പാടണം. ഏതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ തൊണ്ടയ്ക്ക് പാട്ട് വേണ്ട. എന്നാ ഒരു സ്കിറ്റ് ആയാലോ? ഇവിടെ വന്നിട്ട് ഭരതനാട്യത്തില് പുലിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഭരതനാട്യം കളിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഇവിടുന്നും കുറെ മലപ്പുറംകാരെ കിട്ടി. കുറെ മലപ്പുറംകാരുണ്ട്. അതുപോലെ ലക്ഷ്മി പുള്ളിക്കാരി സീരിയലിലും അതേപോലെ തന്നെ കുറെ കോമഡി പരിപാടികളിലൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് നോക്കി അറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ ആ കോസ്റ്റ്യൂമും ഇതെല്ലാം കൂടെ ഇവിടുത്തെ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം കയറ്റിയപ്പോൾ നമുക്ക് മനസ്സിലായില്ല. എന്തായാലും മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മ ഉണ്ട്, ഡൗട്ട് ഉണ്ട്. ഏത്? വാട്സപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ കുറെ സ്റ്റാറ്റസ് ആയിട്ട് വൈറലായ കുറെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. അപ്പൊ നീ ഇതിൽ തന്നെയാണ് തിരിച്ചിറങ്ങിയത്? നീ നമ്മൾ കയറിയ വഴി തന്നെയാണ് ഇറങ്ങിയത്? അല്ലല്ല, വേറെ ഏതൊക്കെ വഴി കൂടിയാണ്. അവിടെ അപ്പുറത്തൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിലാണ് ഇറങ്ങിയത്. ഞാനും അതിലാ വന്നേ. ഇവനെ തപ്പി നമ്മള് മേലെ പോയിട്ട് ഇവനെ കണ്ടില്ല. ഇവൻ കണ്ട ഇവരുടെ കൂടെ മലയാളികളുടെ ഇവരുടെ കൂടെ ആയിരുന്നു. ഇവന്മാരെ ഇവിടുന്ന് പരിചയപ്പെട്ടത്. പിന്നെ നിനക്ക് വണ്ടി ആരാ തന്നെ? ഒരാൾ എന്നോട് പറഞ്ഞു കേറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആരോ ഇവനോട് മറ്റേ ബൈക്ക്. അപ്പൊ 4000 രൂപന്റെ റൈഡ് നീ ഫ്രീ ആക്കി. 4000 രൂപന്റെ റൈഡ്, അതേപോലെ 1500 രൂപന്റെ മറ്റേ സാധനം ലക്കിടിമേലുള്ള ഇതും ഇവന് ഫ്രീ ആയിരുന്നു. നീ തിരിച്ച് നടന്നു വന്നിരുന്നെങ്കിൽ നിന്നെ പൊക്കിയാനെ. എന്ത്
അതെന്താ പറഞ്ഞ മനസ്സിലായില്ല. അത് നിന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയില്ലേ, അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഫ്രീ ആയിങ്ങണ്ട് ഫ്രീ ആയങ്ങാണ്ടാണെന്നാ പറഞ്ഞത്. പക്ഷെ അവര് തിരിച്ചു വരുമ്പോ പൈസ ചോദിക്കും. അതാണ് അവിടെ ഉണ്ടായത്. പറഞ്ഞത് കക്കാൻ പഠിച്ചാ പോരാ നിക്കാനും. അതിപ്പോ എല്ലാവർക്കും അറിയാം, നീ കക്കാനും നിക്കാനൊക്കെ നല്ലപോലെ പഠിച്ചവനാണ്. ഇപ്പൊ ഓസിന് ഇവന് ഇവിടെ ഫുള്ള് സംഭവങ്ങളും കിട്ടിട്ടോ. അവരുടെ അടുത്ത് എത്ര ചായ കുടിച്ചു മലയാളികളുടെ അടുത്ത്? 2 ചായ, എത്ര കേക്ക്? 2 കേക്ക്, എല്ലാം ഫ്രീ. അതാണ്. എന്നിട്ടാണ് ആൾക്കാർ എന്നെ കുറ്റം പറയുന്നത്. എന്നെക്കാളും നന്നായിട്ട് സംഭവങ്ങളെല്ലാം ഇവന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവനോട് പിന്നെ ഒന്നും പറയത്തില്ല. മറ്റവന്റെ അടുത്തൊന്നും ഞാൻ രക്ഷപ്പെടുകയത്. മറ്റവൻ വന്നിട്ട് നിന്നെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയവൻ വന്നിട്ടേ നീ എവിടെയെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനും ദൂസരാ നീന്ന് പറഞ്ഞു. അവനും വേറെ ആളാ, എനിക്കറിയാം. ഒരു ബന്ധമില്ല. അങ്ങനെയാണ് ഞങ്ങൾ എവിടെ ചെന്നാലും അങ്ങനെ പറയാം. അപ്പൊ പിന്നെ ഡയറക്റ്റ് ഇവനോട് ചോദിക്കോളൂ. ഇവൻ പിന്നെ എങ്ങനെയും പറഞ്ഞ് കഴിച്ചായിക്കോളും. നമ്മള് പിന്നെ ഇതിനൊന്നും പോത്തൂല. നമുക്ക് ട്രക്ക് ചെയ്യാം. ഇത് ലോ ഉടായിപ്പോ ഇവിടെ ലോ ഉടായിപ്പോ ഇവിടെ പറ്റീര എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യണം. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലടാ കാണാനാ. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ്. എന്നാ പിന്നെ സ്കീയിങ് ചെയ്തുകൂടായിരുന്നു? സ്കീയിങ് മോന്ത കുത്തി ഞാൻ അതിനില്ല കോച്ചിങ് ഒക്കെ പോയിട്ട് എന്നാ വെറുതെ അവിടെ കേറി ഫോട്ടോയിൽ എടുക്കായിരുന്നല്ലോ. അത് ആഗ്രഹമുണ്ട്. അടുത്തിൽ നോക്കാം. അവിടെ മുകളില് സംഭവം ഇനിയും പോകണ്ടല്ലോ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ലേക്ക് പോകുന്നേ ലേ ലഡാക്ക് പോകുന്ന ഇതിലെയാണ്. അതുമല്ല ഈ സ്നോ ഒരുക്കി കഴിയുമ്പോൾ ഈ വാലീൻ്റെ ഒക്കെ ഭംഗി കിട്ടുക. ഇതേ ഇഷ്ടം പോലെ മലകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഫുള്ള് സ്നോ ആയിട്ട് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഒരു സ്നോ, നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഓലി എന്നൊക്കെ പറയുന്ന പോലെ ടൂറിസ്റ്റുകൾ ഫുള്ള് ഫാമിലി ആൾക്കാരെല്ലാം സ്നോയിൻ്റെ ആക്ടിവിറ്റീസിന് വരുന്നൊരു സ്ഥലം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറൊരു വൈബില്ല, നമുക്ക് പറ്റിയൊരു വൈബൊന്നുമില്ല. അപ്പോൾ രവിയും മറ്റവനും കൂടെ ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ട്. 1 മണിക്കൂറാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ ജാക്കറ്റിന്റെ ഷൂവിന്റെ പൈസ എത്ര നീ അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇനി അവര് കാണാം ഇവന്റെ കഴിവ് എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ല ജാക്കറ്റിന്റെ പൈസ അല്ലേ ഇപ്പൊ പറയുന്നത്? ജാക്കറ്റ് കൊടുത്താലുള്ള പൈസ കൊടുക്കേണ്ടത്. ജാക്കറ്റ് അങ്ങനെ വണ്ടി കയറിയിട്ട് നൈസായിട്ട് സ്കൂട്ടാ ജാക്കറ്റും ഷൂവും രണ്ട് നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ ഞാൻ ഓൾറെഡി അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ തന്നെ എന്റെ കൊക്കിനാണ് പിടിച്ചത്. അവന്മാര് പൈസ താർന്ന്. ഞാൻ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനും നീ തമ്മിൽ ഒരു ബന്ധമല്ല. നീ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ക്ലോസ് ഫ്രണ്ട്സ്, ഒരു ബന്ധമല്ല. നീ അവിടെ പോയിട്ട് എന്താച്ചാ പറഞ്ഞ എന്താച്ചാ ഡീലാക്കിക്കോ. മറ്റേ 3 ഷർട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് 3 രീതിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് സത്യത്തിൽ വന്നിരുന്നത്. ഒന്നും നടന്നില്ല. തിരിച്ചു കൊടുക്കാൻ പോകണം. എത്ര റുപ്യ പറയാന്ന് ഇപ്പൊ നോക്കാട്ടോ. അപ്പൊ അവര് ഷൂ ഒക്കെ ഊരി കൊടുക്കുന്നുണ്ട്. ചോദിച്ചോക്കെ എത്രയാണ്? അപ്പൊ ശരി കേട്ടോ, ഞാൻ പോവാ. അപ്പൊ ശരി, നമുക്ക് ഇവനോട് ഇരുത്തിയിട്ട് പോയാലോ. 400 രൂപ പറഞ്ഞു. 400 രൂപയുടെ ഒരു ജാക്കറ്റ് വാങ്ങായിരുന്നു. 400 രൂപ ഷൂ തരുമോ ചോദിച്ചു. ഇതാണ് പ്രശ്നം, ഇവിടെ ഭയങ്കര പറ്റിക്കില്ല. ഞാൻ പോവാ, ഞാൻ വണ്ടിയിലുണ്ടാവും. അവസാനം എന്തേ മാക്കിന്റെ സാധനങ്ങളൊക്കെ അവർ 300 രൂപയ്ക്ക് സംഭവിച്ചു കേട്ടോ. 400 രൂപയാണ് ആദ്യം പറഞ്ഞത്, 100 രൂപ കുറച്ച് വന്നത്. മാക്കിന്റെ കൂടെ അവർ ഇവിടുത്തെ ലോക്കൽ സ്ഥലം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. ഭയ്യ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാതെ. ആറ് ഫോട്ടോ? നിന്റെ ഫോട്ടോ എടുത്താ? നീ 50 രൂപ വെച്ച് ചോദിക്കും. ഞാൻ ആലോചിക്കണത്. ഞാൻ പറഞ്ഞ തിരിച്ചു അപ്പൊ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയ ഉടായ്പ മനസ്സിലായല്ലോ. ഏറ്റവും വലിയ ഉടായ്പ ഞാനാണ്. ഇന്ത്യക്കും വലിയ ഉടായ്പന്മാരാണ് ഇവിടെ ഫുള്ള് ഉടായ്പാന്ന് മനസ്സിലായില്ലേ. മാക്കിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒടുക്കത്തെ ആൾക്കാരാട്ടോ. ഇത് മാക്കിനെ മഞ്ഞിലൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കി പൈസ വാങ്ങിച്ചോണം. കുത്തിനെ പിടിച്ചിട്ടാണല്ലോ. ഇല്ലേ മർമ്മ നോക്കി 2 ഇടി കൊടുക്ക്. അപ്പൊ നമ്മള് സോൻമാർഗിൽ നിന്ന് മഞ്ഞൊക്കെ കണ്ടിട്ട് തിരിച്ചതേ ഇവിടെ വന്നു. ഇവിടെ ഇത് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ? ഇവിടെ ഒരു ദർഗയുണ്ട്. അപ്പൊ ദർഗയിലേക്ക് കയറാൻ വേണ്ടി പോണ. ബജ്രംഗി ഭായിജാൻ പടമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ ആണെന്നാണ് നീ പറയുന്നത്. ഞാൻ പറയുന്നത്. അപ്പോൾ അതെ അവിടെ കാണുന്നതാണ് ആ ദർഗ. അതിൻ്റെ ഇവിടെ ഒരു പാർക്കുണ്ട്. അതുപോലെ അതെ ഇവിടെ കണ്ടു, ഇവിടെ നടക്കാനൊരു സ്ഥലം. തൊട്ടപ്പുറത്തേ ദാലിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര വലിയ ലേക്കാണിത്. അതിൻ്റെ നമ്മൾ ആ ലേക്കിൻ്റെ വേറെ ഏതോ ഭാഗത്താണുള്ളത്. അതുപോലെ ഇവിടുന്നും ആ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല ഗേറ്റ് ഉണ്ട്. ദാലിലേക്കിൻ്റെ പല സൈഡിലായിട്ട് പല ഗേറ്റുകളാണ്. അപ്പോൾ പലയിടത്തു നിന്നും നമുക്ക് ഈ പറഞ്ഞ ഷിക്കാര റൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും.
അതെ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ദർഗേന്റെ മുമ്പിലാണ്. ഇത് ദർഗയാണോ പള്ളിയാണോ? ഇത് കണ്ടിട്ട് പള്ളി പോലെ തോന്നുന്നു. എന്താ ഡിഫറൻസ്? ദർഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മക്ബറയോ കാര്യങ്ങളുണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഖുമാരുണ്ടാവും. ആ ഷെയ്ഖുമാരെ നമ്മൾ പ്രാർത്ഥിക്കുക കാര്യങ്ങൾ, അതിനാണ് ദർഗ പിന്നെ പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ അജ്മീറിൽ ദർഗ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖ് ഉണ്ട്, ഖാജ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. ആ ഷെയ്ഖിന്റെ മക്ബറയുള്ള അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരവിടെ പോണത്. എന്തെങ്കിലും പ്രത്യേകിച്ച് പുണ്യം കിട്ടും, നമ്മുടെ രോഗങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് പോകുന്നവരാണ് കൂടുതലുണ്ട്. മസ്ജിദ് എന്ന് പറയുന്നത് പള്ളികൾ എന്ന് പറയുന്നത് സാധാ പള്ളി. ഇതിപ്പോ അങ്ങനെയാണ് തോന്നുന്നത്. ഇതിപ്പോ അങ്ങനെ തോന്നുന്നു. അപ്പൊ ഇത് ദർഗ അല്ല എന്നാണ് ഇവൻ പറയുന്നത്. ഇതിപ്പോ ഫുള്ള് പാർക്ക് പോലെ ഒരു ഏരിയ ആണല്ലോ, രണ്ട് സൈഡും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ലേക്കും ഉണ്ട്, ചെറിയൊരു പാർക്ക് മോഡലുണ്ട്. അതുപോലെ ഈ സൈഡിലും ഉണ്ട്. ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. മാക്കകത്ത് കയറിയെന്ന് തോന്നുന്നല്ലേ? മാക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്താ, ഇത് ദർഗ തന്നെയാണോ? ഇത് ദർഗ അല്ല, ഇത് പറഞ്ഞാല് പള്ളിയാണ്. പള്ളി പറഞ്ഞാല് മുസ്ലിംസിന്റെ ഏറ്റവും വലിയ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അപ്പൊ അവരുടെ ഈ മുടി താടിന്റെ ഒരു രോമം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മദീനയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ താടി രോമം ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മുസ്ലിംസിന്റെ പ്രത്യേക ദിവസങ്ങളുണ്ട്. ഒരു വർഷത്തിൽ 10 ഒരുപാട് ദിവസങ്ങൾ പ്രത്യേകം ഉണ്ട്. അതിൽ 10 ദിവസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നതും അതേപോലെ അതിന്റെ മുടിയിട്ട വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടില്ല. അതാ എനിക്കും അറിഞ്ഞില്ല സത്യത്തില്, പറഞ്ഞല്ലോ. അപ്പൊ അതെ, ഇവിടുന്ന് നമുക്ക് കുറച്ച് മലയാളികളെ, അതും മലപ്പുറംകാരെ കിട്ടി. നിങ്ങൾ കറങ്ങാൻ വന്നവരാണോ? കാശ്മീരോ? എത്ര ആളുണ്ട് മൊത്തം? 44. അയ്യോ, ഇന്ന് മൊത്തം മലയാളികളാട്ടോ. ഓൾറെഡി ഞങ്ങൾ ഇന്നൊരു 50 പേരുടെ ടീമിനെ കണ്ടായിരുന്നു. ഇവിടെ കണ്ടമാനം ആള് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അവര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോയപ്പോ നമ്മളെ നിർത്തിച്ചു. ദാറ്റ് പീപ്പിൾസ് ഓൾസോ ഫ്രം കേരള. ഇത് പള്ളിയാണ്, ഇത് ദർഗ. അവനും പറഞ്ഞു പള്ളിയാണ്. ഞങ്ങൾ ദർഗയാന്ന് വെച്ചിട്ടാ വന്നത്. ഇവിടെ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുക്കേശം സൂക്ഷിച്ചിട്ടുണ്ട്. ഹസ്രത്ത് പറഞ്ഞാൽ പ്രൊഫറ്റ് നടത്താം, ബാല് പറഞ്ഞാൽ കേശം നടത്താം. അപ്പൊ പ്രൊഫറ്റിന്റെ തിരുക്കേശം നടത്താണ് ഈ ഹസ്രത്ത് പാല് എന്ന പള്ളിയുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും കൂടെ നിന്നിട്ട്. എവിടെ ചെന്നാലും മലപ്പുറംകാര്. ഇവിടെ ഇപ്പൊ എല്ലാം കൂടെ ഒരു 19 മലപ്പുറംകാര് മാത്രം ഉണ്ടാവും കേട്ടോ. അതാണ് അവസ്ഥ. അല്ല, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മലപ്പുറക്കാരെ കൂടുതൽ. അപ്പൊ അതെ, നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ റൂമിന്റെ അവിടെ തന്നെ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പും കാര്യങ്ങളൊക്കെ? ഹൗ വാസ് എ ട്രിപ്പ്? സോൻമാർഗ്. ഗുഡ്. വാട്ട് അബൌട്ട് ദാറ്റ് പീപ്പിൾസ്? Sorry? What about that local people? Local people? You have to bargain with them. It's like they will tell you very high price, but don't. I'm giving you advice that don't use that. അതെ, മൊത്തത്തില് കാശ്മീരുള്ള ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തത് അതാണ്. No, that thing. Sliding. No, it was not skating. Not sliding. സ്ലേജ്. Yes, sledge. ഓഹോ, ആ സ്ലേജ്, ആ ഇരുന്ന് നിരങ്ങുന്ന സാധനത്തിന്റെ പേരാ സ്ലേജ്. അപ്പോൾ എന്തായാലും എവിടെ പോയാലും നിങ്ങൾ പ്രൈസിന്റെ കാര്യം, നിന്റെ അടുത്തൊന്നും പിന്നെ പൈസ വാങ്ങിച്ചോ? നിന്റെ അടുത്ത് ഞാൻ 100 രൂപ കൊടുത്ത് തിരിച്ചിറക്കി. ഇവനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കയറ്റിക്കൊണ്ട് പോയതാ. മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്ര രൂപ ചോദിച്ചു? 500 രൂപ ചോദിച്ചു തിരിച്ചിറക്കാൻ വേണ്ടിട്ട്. പിന്നെ പറഞ്ഞത് 100 രൂപയാക്കി. ഇവർ 500 രൂപയും പേ ചെയ്തു. ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട്. ഹി ഡോണ്ട് പേ എനിത്തിങ്. ആൻഡ് ഹി ഇവനെ ഉണ്ടല്ലോ, ഇവനൊന്നും പൈസയൊന്നും കൊടുത്തുമില്ല. ഇവനീ പറഞ്ഞ പോലെ മറ്റേ ബൈക്കിലും കയറി, മറ്റേതിലും കയറി, എല്ലാത്തിലും കയറുകയും ചെയ്തു. അമിച്ചറ. അപ്പൊ എന്തായാലും നമ്മുടെ രവി, ടുമോറോ യു ആർ ഗോയിങ് ടു? We are going to Pahalgam. ആൻഡ് നീ എന്റെ പ്ലാൻ എന്താ? ഞാൻ നാളെ ചിലപ്പോ മിക്കവാറും റിട്ടേൺ ആയിരിക്കും. തിരിച്ച് നാട്ടിലേക്ക് പോവാ. അപ്പൊ ഇവിടുന്ന് പോകും. ഇവിടുന്ന് ചവിട്ടിയല്ലോ പോകുന്ന സൈക്കിൾ. അപ്പൊ ഇവൻ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് സൈക്കിൾ കൊണ്ട്. വണ്ടി കിട്ടുകയാണെങ്കിൽ നാളെ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഇപ്പൊ നിറച്ചും മലയാളികളുണ്ട്. നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ തന്നെ ഒരുപാട് മലയാളികളെ കണ്ടു. മൊത്തം ആൾക്കാരുണ്ട് ഇവിടെ. എന്തായാലും സെറ്റാണ്. അപ്പൊ ഇവര് നാളെ പേൽഗാമിലേക്ക് പോകും. നമ്മളെന്താ പരിപാടി? നമ്മള് നാളെ ട്രക്കിംഗ് ആണ്.
ട്രക്കിങ്ങോ നോക്കാം. നമുക്ക് കാശ്മീരിലെ വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും. പിന്നെ നിന്റെ കേരളീയൻ സബ്സ്ക്രൈബേഴ്സ്, കേരളീൻ്റെ എന്താ പറയാ, വ്യൂസിനോട് പറയാനുള്ളത് നന്ദി പറയാനുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്. അതിന് ഇവനെ പുള്ളീനെ നമ്മൾ ജമ്മുന്ന് നമ്മൾ അമൃത്സറിൽ നിന്ന് വരുമ്പോൾ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആർമി ഒന്നും ഇല്ല നമുക്ക്. നമ്മുടെ സബ്സ്ക്രൈബ്, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്താ അപ്പോൾ എനിവേ ബൈ, വി ക്യാൻ മീറ്റ് അഗെയിൻ. അങ്ങനെ റെവിനോട് നമ്മൾ ഗുഡ് ബൈ പറയുമെന്നല്ല, റെവിനെ നമ്മൾ ഇനിയും കാണും. ഇനിയും അടുത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ നമ്മൾ ഇനി മീറ്റ് ചെയ്യും. ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഉണ്ടാവും. അവർ നാളെ ഫെൽഗാൻ പോയിട്ട് നമ്മളോട് വിളിച്ചു നോക്കും, അവിടെ എന്തൊക്കെ കാണാണ്ട്, അവിടെ സെറ്റപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. തിരിച്ചിറങ്ങാനുണ്ട് രസമുണ്ട് ഇതുപോലെ. അല്ല എന്താ ഇപ്പൊ എന്തിനാ കൈയൊക്കെ പിടിക്കുന്നത്? എന്താ നിനക്ക് മൂത്രം ഒഴിക്കണോ? പിന്നെന്താ, എത്രയായിട്ട് തണുപ്പ് അങ്ങോട്ട് ഒന്നും പുറത്തിടണ്ട. എന്ത് പുറത്തിട്ടാലും തണുക്കുന്ന മരവിക്കുന്ന അവസ്ഥയാ. അങ്ങനെതാ ഇവിടുത്തെ നമ്മള് സോൻമാർഗിലെ സീരിയലിലും കോമഡി നൈറ്റിലൊക്കെ ഉള്ള കോമഡി നൈറ്റ് അല്ലല്ലോ, കോമഡി സ്റ്റാർസ് സ്റ്റാർസ് അല്ല. എന്തായാലും മനോരമയിൽ എന്തൊരു സാധനം